ഖദീജ മൂത്തേടത്തിന്റെ വോട്ട് വിവാദം. ആരോപണങ്ങൾക്കെതിരെ UDF രംഗത്ത്. 25 വർഷക്കാലം ജനപ്രതിനിധിയായിരുന്ന ഖദീജ മൂത്തേടത്തിനെതിരെ ഉയർന്ന വോട്ട് അപാകതയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ വ്യാജമാണെന്ന് UDF പുറങ്ങ് മേഖലാ കമ്മിറ്റി. മാറഞ്ചേരി പഞ്ചായത്തിലെ 17ാം വാർഡിൽ വ്യാജമായി വോട്ട് ചേർത്തു എന്നുള്ള ഒരു ആരോപണവുമായിട്ട് ഇവിടുത്തെ പഞ്ചായത്തിലൊരു മെമ്പർ കൂടിയുള്ള കക്ഷിയായിട്ടുള്ള SDP കഴിഞ്ഞ ദിവസം ഒരു ആരോപണം ഉന്നയിക്കുകയുണ്ടായി. ഞങ്ങൾക്ക് പറയാനുള്ളത്, വലിയ സംഖ്യ മുടക്കി PR വർക്ക് ചെയ്ത PR വർക്കുകൾ ഒരൊറ്റ സ്ഥാനാർത്ഥിത്വത്തോടു കൂടി തകർന്നടിഞ്ഞതിലുള്ള നിരാശയാണ് ഈ ആരോപണം എന്നുള്ളതാണ്. 21ാം വാർഡിൽ UDFന്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നോമിനേഷൻ നൽകുന്നത് ഇവിടെ ദീർഘകാലം ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റായും മെമ്പറായും ബ്ലോക്ക് മെമ്പറായും ഒക്കെ സേവനം അനുഷ്ഠിച്ച് നമ്മുടെ മാറഞ്ചേരി ഗ്രാമപഞ്ചായത്തിനകത്തും വിശിഷ്യ പുറങ്ങ് മേഖലയിലും ഒരുപാട് വികസന പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് കുടിവെള്ള വൈദ്യുതി രംഗത്ത് ഒരു പ്രദേശത്തേക്ക് വൈദ്യുതി എത്തിക്കുന്ന കാര്യത്തിലും കുടിവെള്ളം എത്തിക്കുന്ന കാര്യത്തിലും, അതുപോലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ പുറങ്ങ് സ്കൂളിൻ്റെ സ്ഥലമേറ്റെടുക്കലും അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ബിൽഡിംഗ് ഉണ്ടാക്കലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതുപോലെ ഹെൽത്ത് സെൻ്ററുകൾ, ആയുർവേദ ഡിസ്പെൻസറി തുടങ്ങി ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഖദീജ മൂത്തേടത്ത് എന്ന് പറയുന്ന വനിതാ ലീഗിൻ്റെ നേതാവിനെ 21ാം വാർഡിൽ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞതോടുകൂടി ഹാലളകിയ ഒരു കൂട്ടരാണ് ഇത്തരം വ്യാജ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. ഖദീജ മൂത്തേടത്ത് നമുക്കറിയാം 2000 വർഷത്തിൽ 995 മുതൽ 2000 വരെ കേരളത്തിലെ ഏറ്റവും ചെറിയ പ്രായം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന ഖ്യാതി നേടുകയും ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ അക്കാലഘട്ടത്തിൽ നടത്തുകയും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. അവര് അന്ന് മുതൽ ഇന്ന് വരെ മാറഞ്ചേരി പഞ്ചായത്തിലെ വോട്ടറാണ്. ഞങ്ങളുടെ കയ്യിൽ ഇപ്പോൾ കൈവശമുള്ളത് 2020 പട്ടികയാണ്. അതിന് മുന്നത്തെ പട്ടിക സെർച്ച് ചെയ്ത് കിട്ടുകയാണെങ്കിൽ എടുക്കാവുന്നതാണ്. 2020 വോട്ടർ പട്ടിക ഞങ്ങളുടെ കൈവശമുണ്ട്. 2020 പട്ടികയിൽ 953 ക്രമ നമ്പറായിട്ട് ഖദീജ മൂത്തേടത്താണുള്ളത്. ഇത് 5 വർഷം മുമ്പ് ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് ഇറങ്ങിയിട്ടുള്ള പട്ടികയാണിത്. അതിനുശേഷം നമ്മുടെ വാർഡ് വിഭജനത്തിന് വേണ്ടി പുതിയ വോട്ടർമാരെ ചേർക്കാനും വെട്ടിക്കളയാനൊക്കെ ഉള്ളൊരു അവസരം 2023 വന്നിരുന്നു. 2023 പട്ടികയിലും ഖദീജ മൂത്തേടത്ത് 967 നമ്പറായിട്ട് വോട്ട് ഉണ്ട്. 8/9/2023 ഇറങ്ങിയ പട്ടികയാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഈ വോട്ടർ പട്ടികയിൽ പേരുള്ള ഒരു വ്യക്തിയെയാണ് ഇവർ വോട്ട് വെട്ടാൻ വേണ്ടി കൊടുത്തിട്ടുള്ളത്. ഇത് ഇവരുടെ സ്ഥിരം സ്വഭാവമാണ്. വോട്ട് വെട്ടുക എന്നുള്ളതാണ് ഇവരുടെ ശൈലി. ഈ 2023 പട്ടിക ഇറങ്ങുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറെ വോട്ട് വെട്ടാനും ചേർക്കാനുള്ള അവസരം ഉണ്ടായപ്പോൾ ഇവിടുത്തെ ഒരൊറ്റ രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് വോട്ട് വെട്ടാൻ വേണ്ടി അപേക്ഷ കൊടുത്തത്. ഏകദേശം 100ഓളം ആളുകളുടെ വോട്ടുകളാണ് പ്രവാസികളായിട്ടുള്ള അന്ന് 17ാം വാർഡായിരുന്നു. 17ാം വാർഡിലെ 100ഓളം ആളുകളുടെ വോട്ടുകളാണ് വെട്ടാൻ വേണ്ടി കൊടുത്തത്. അത് വലിയ വിവാദങ്ങളുണ്ടായി. പ്രത്യേകിച്ച് പൗരത്വമൊക്കെ ചർച്ച ചെയ്യുന്ന സമയത്ത് വോട്ടർമാരുടെ വോട്ട് വെട്ടുക എന്നുള്ളത്, പ്രവാസി ആയതിൻ്റെ പേരിൽ മാത്രം വോട്ട് വെട്ടുക എന്നുള്ളത് വലിയ ചർച്ചയാവുകയും പിന്നീട് അവർ അതിൽ നിന്ന് പിന്മാറുകയാണ് ചെയ്തത്. ഇപ്പോൾ നമുക്കറിയാം, ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾ കഴിഞ്ഞ 2020 17ാം വാർഡിൽ നിന്ന് വിജയിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് 17ാം വാർഡിലെ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ അറിയാം, വ്യാജമായി ഒരുപാട് വോട്ടുകൾ അവിടെ ചേർത്തിട്ടുണ്ട്. SDP ജില്ലാ പ്രസിഡന്റ് വെളിയങ്കോട് സ്വദേശിയാണ്. അദ്ദേഹത്തിന് ഒരു വാടക വീട്, അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിൽ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വീടുണ്ട്. ആ വീടിന്റെ നമ്പർ വെച്ച് അദ്ദേഹവും ഭാര്യയും വെളിയങ്കോട് വോട്ടുണ്ടായിരിക്കെ തന്നെ പുറങ്ങിൽ വോട്ട് ചേർത്തു മാറഞ്ചേരി പഞ്ചായത്തിൽ. എന്നിട്ട് അവിടെ വോട്ട് ചെയ്യുകയും ചെയ്തു. മാത്രമല്ല, മാറഞ്ചേരി പഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ താമസിക്കുന്ന SDP നിയോജക മണ്ഡലം ഭാരവാഹികളും പഞ്ചായത്ത് ഭാരവാഹികളും ഒക്കെ കൂട്ടത്തോടെ 17ാം വാർഡിൽ വോട്ട് ചേർക്കുകയും ഏകദേശം
200-നടുത്ത് വോട്ടുകളാണ് അവർ വ്യാജമായി ചേർത്തത്. ഈ കഴിഞ്ഞ കുറച്ച് സമയത്തിനിടയ്ക്ക് ഞങ്ങൾ മുഴുവൻ വോട്ടുകളും ആ വ്യാജമായി ചേർത്ത വോട്ടുകൾ മുഴുവൻ അതാത് വാർഡിലേക്ക് നീക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കുകയും ആ വോട്ടുകൾ മുഴുവൻ നീക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ വ്യാജമായി വോട്ടുകൾ ചേർത്തുകൊണ്ടാണ് കഴിഞ്ഞ വർഷം അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ഈ വർഷം അത് നടക്കില്ല എന്ന് ബോധ്യപ്പെടുകയും ഖദീജ മൂത്തേടത്ത് സ്ഥാനാർത്ഥിയാവുകയും ചെയ്തപ്പോൾ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടി വ്യാജ ആരോപണങ്ങളാണ് ഉന്നയിച്ചിട്ടുള്ളത്. ഇവിടെ പറഞ്ഞത് 16-ാം വാർഡിലെ മെമ്പർ വ്യാജ സർട്ടിഫിക്കറ്റ് നൽകി ഖദീജ മൂത്തേടത്തിന്റെ വോട്ട് ചേർത്തു എന്നുള്ളതാ. ഞാൻ മെമ്പറായിരിക്കെ 5 വർഷമായി, 5 വർഷം പൂർത്തിയാവാൻ പോവാണ്. ഈ ആരോപണം ഉന്നയിച്ച ആളുകൾ ഞാൻ എന്തെങ്കിലും സത്യവാങ്മൂലം നൽകിയിട്ടാണ് ഈ വോട്ട് ചേർത്തത് എന്ന് തെളിയിക്കാൻ കഴിഞ്ഞാൽ 1 കോടി രൂപ ഇനാം പ്രഖ്യാപിക്കുകയാണ്. അവർ തെളിയിക്കട്ടെ. ഇത്തരത്തിൽ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം. മാറഞ്ചേരി പഞ്ചായത്തിൽ മെമ്പർമാർ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വിഭിന്നമായി ഈ വർഷം സർക്കാരിന്റെ സാമ്പത്തിക ബാധ്യത മൂലം പല സംഗതികൾക്കും പല പ്രൊജക്റ്റുകൾക്കും ഫണ്ട് ലഭ്യമാവുന്നില്ല. പ്രത്യേകിച്ച് ഓരോ വാർഡിലേക്കും 2-3 വർക്കുകൾ, റോഡിന്റെ വർക്കുകൾ ചെയ്തിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി ഇന്ന് ഒരു വർഷം ഒരു റോഡ് ചിലപ്പോൾ 4 ലക്ഷം 5 ലക്ഷം രൂപയൊക്കെയാണ് കിട്ടുന്നത്. ഫണ്ടിന്റെ അപര്യാപ്തത മൂലം എല്ലാ വാർഡിലേക്കും തുല്യമായിട്ടാണ് ഫണ്ടുകൾ ഡിവൈഡ് ചെയ്യുന്നത്. അതൊക്കെ മറച്ചു വെച്ച് 17-ാം വാർഡിൽ മാത്രം വികസന വിപ്ലവം എന്നുള്ള രൂപത്തിൽ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തുകയാണ്. ഇവിടെ UDF-നും LDF-നും ഒക്കെ മെമ്പർമാരുണ്ട്. ഏകദേശം 10-നടുത്ത് LDF മെമ്പർമാരുണ്ട്, 8 UDF മെമ്പർമാരുണ്ട്. അതുപോലെ മറ്റ് പഞ്ചായത്തുകളിലും മെമ്പർമാരുണ്ട്. അവർക്കൊക്കെ അവരുടെ വാർഡിലുള്ള ആളുകൾ അറിയിക്കേണ്ട വിഷയമേ ഉള്ളൂ ഇത്, അവർ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. എന്നാൽ SDPI എന്ന് പറയുന്ന പാർട്ടിക്ക് പൊന്നാനി താലൂക്കിൽ തന്നെ ആകെ ഒരു മെമ്പറേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 17-ാം വാർഡിൽ നടക്കുന്ന ഓരോ കാര്യവും പൊന്നാനി താലൂക്കിലുള്ള ഓരോ SDPI പ്രവർത്തകരും വലിയ പ്രചരണം കൊടുക്കുകയാണ്. അവരുടെ സ്റ്റാറ്റസ് ആയിട്ടും സോഷ്യൽ മീഡിയയിലും ഒക്കെ ഇവിടെ മാത്രം ഭയങ്കരമായി നടക്കുന്നു എന്നുള്ളത് ഞാൻ വെല്ലുവിളിക്കുന്നു. ഒന്നുകൂടെ, ഇവിടെ മാറഞ്ചേരി പഞ്ചായത്തിലെ മറ്റു മെമ്പർമാർക്ക് ലഭിച്ചതിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും ഒന്ന് 17-ാം വാർഡിലെ മെമ്പർക്ക് കൂടുതലായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണമെന്ന് പറയാണ്. ഇവിടെ 2 കാര്യങ്ങൾ അഥവാ പുളിവെള്ളം കയറുന്ന പ്രദേശങ്ങളാണ് മാറഞ്ചേരി പഞ്ചായത്തിലെ 1-ാം വാർഡും 17-ാം വാർഡും. ഈ 2 വാർഡുകളിലേക്ക് ഭരണസമിതി കൂട്ടായി എടുത്തൊരു തീരുമാനമുണ്ട്. പുളിവെള്ളം കയറുന്നതിന് തടയുന്നതിന് വേണ്ടി BCBകൾ അനുവദിക്കണം എന്നുള്ളത്. അത് ആ മെമ്പറുടെ മിടുക്കായിട്ട് കാണേണ്ടതില്ല. ഭരണസമിതി ഒന്നിച്ചെടുത്തൊരു തീരുമാനമാണ്. ആ പുളിവെള്ളം കയറുന്നത് പൊതുവായിട്ടുള്ള ഒരു വിഷയമാണ്, അത് പരിഹരിക്കണം എന്ന് പറഞ്ഞ് 5 വർഷത്തിനുള്ളിൽ പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഈ BCB നൽകിയിട്ടുള്ളത്. അതല്ലാതെ ഈ റോഡിനോ മറ്റുള്ളതിനോ ആയിട്ട് എന്താണ് കൂടുതലായിട്ട് 17-ാം വാർഡിൽ കിട്ടിയിട്ടുള്ളത് എന്ന് പറയാൻ ആ മെമ്പർക്ക് ബാധ്യത ഉണ്ട്. മെമ്പർ ഇതൊന്നും സത്യം പറഞ്ഞാൽ മെമ്പർ ഇത് പറഞ്ഞു നടക്കുന്നൊന്നുമില്ല. പക്ഷെ മെമ്പറെ കൂടെയുള്ള കുറെ ആളുകൾ PR വർക്കാണ്. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, വ്യത്യസ്ത വീഡിയോകൾ ഇറക്കി വലിയ പ്രചരണം നടത്തുകയാണ്. മറ്റു വാർഡിൽ നടന്ന അത്ര പോലും നടക്കാത്തൊരു സ്ഥലമാണ് 17-ാം വാർഡ്. അപ്പൊ ആ ഒരു വ്യാജമായ പ്രചരണങ്ങൾ നടത്തിക്കൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അത് ജനങ്ങൾ തിരിച്ചറിയണം എന്ന് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഖദീജ മൂത്തേടത്തിന് ഈ ഗ്രാമപഞ്ചായത്തിൽ മാത്രമല്ല വോട്ടുള്ളത്. പൊന്നാനി നിയമസഭാ മണ്ഡലമായ മാറഞ്ചേരി പഞ്ചായത്തിലെ ബൂത്ത് നമ്പർ 65 ക്രമ നമ്പർ 463 വോട്ടുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വരെ ഖദീജ മുത്തേടത്ത് വോട്ട് ചെയ്തിട്ടുള്ളത് പുറങ്ങ് ബൂത്തിലാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ അവർ പറയുന്നത് ഖദീജ മുത്തേടത്തിൻ്റെ ഭർത്താവിൻ്റെ വീട് പെരുമ്പടപ്പിലല്ലേ, നിങ്ങൾ എന്തിനാണ് ഈ മാറഞ്ചേരി പുറങ്ങ് പ്രദേശത്ത് വന്ന് മത്സരിക്കുന്നു എന്നാണ്. അവരുടെ ഭർത്താവ് മരണപ്പെട്ടു. തീർച്ചയായും കുട്ടികളുമായി പുറങ്ങിലാണ് ഇപ്പോൾ കൂടുതൽ ദിവസവും താമസം. അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് അത് പുറങ്ങിലേക്ക് ചിലപ്പോൾ വീട് മാറാനും സാധ്യത ഉണ്ട്. നേരത്തെ ബക്കർ പറഞ്ഞ കുറച്ചും കൂടി കാര്യങ്ങളുണ്ട്. മാറഞ്ചേരി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ കഴിഞ്ഞ തവണ വോട്ടുകൾ ചേർത്തിട്ടുള്ളത് ആ രേഖകളാണ്.
ഇത് നമ്മൾ രേഖാമൂലം ഇവിടെ പഞ്ചായത്തിൽ 2 തവണകളായി വോട്ടുകൾ വെട്ടാനും നീക്കം ചെയ്യാനും കൊടുത്ത രേഖകളാണ് നിങ്ങൾക്ക് പരിശോധിക്കുന്നത്. ഇത് വെല്ലുവിളിക്കുകയാണ്, ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ്. 2020 ഖദീജക്ക് വോട്ട് ഉണ്ട്. 3 തവണ വീണ്ടും നമുക്ക് ഇവിടെ മാറഞ്ചേരി പഞ്ചായത്തിൽ വോട്ടുകൾ ചേർക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ ഖദീജ മുത്തേടത്തിൻ്റെ വോട്ട് വോട്ടർ ലിസ്റ്റിലുണ്ട്. അതല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഈ ആരോപണം ശരിയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ 1 കോടി രൂപ ഞങ്ങൾ തരാൻ തയ്യാറാണ്. നിങ്ങൾ ആ വെല്ലുവിളി ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്.